ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ട് ഒരു വട്ടയപ്പമാണ്. അരി പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഒരു റവയുടെ ടേസ്റ്റ്. പക്ഷേ ആ നല്ല ഒരു വൈറ്റ് കളർ നമുക്ക് വരത്തില്ല കേട്ടോ. റവയുടെ ഒരു കളറുണ്ടല്ലോ, ആ കളറാണ് നമ്മൾക്ക് കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആദ്യം തന്നെ റോസ്റ്റഡ് റവ 1 കപ്പ്, അത് കുറച്ച് നല്ല വലിയ തരിയുള്ള റവയാട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് കുറച്ചൊന്ന് ആ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൗഡർ ചെയ്തെടുക്കുകയാണ്. തീരെ പൗഡറാക്കി ഞാൻ എടുത്തിട്ടില്ല, ചെറുതാക്കി ഒരു പൗഡറാക്കി എടുത്തിട്ട് അതിൽ തരിതരിയൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി വലിയ റവയായതുകൊണ്ട് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുവാണേ. ഇത് കണ്ടില്ല, ഞാനിപ്പോൾ കാണിച്ച് അത് തീരെ ഞാൻ പൗഡർ ആക്കിയിട്ടില്ല, ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. തരിതരി ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ഒരു മിക്സി ജാറിലെടുത്തിട്ട് ചോറ് കേട്ടോ, ഞാനത് എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് ചോറ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു 3/4 കപ്പ് തേങ്ങ ചിരുവിയത് അതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. പിന്നെ തേങ്ങയുടെ വെള്ളം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതൊരു 1/4 കപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പഞ്ചസാര ഒരു 1/2 കപ്പേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് മീഡിയം മധുരമേ ഉള്ളൂ ഇതിന്. പിന്നെ ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. അതെല്ലാം കൂടെ ചേർത്ത് ഒരു കാലിലും കുറച്ച് കുറവായിട്ട് ഉപ്പ് ഒന്ന് ആഡ് ചെയ്തിട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ആ തേങ്ങയും ചോറ് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ നല്ല മയമായിട്ടൊന്നും ഞാൻ അരച്ചിട്ടില്ല, കുറച്ച് ഒരു ഇതായിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ആ റവ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ഇച്ചിരി ഒന്ന് അരച്ചെടുക്കാൻ പോകും കേട്ടോ. അത് തീരെ ഒന്നും അരയ്ക്കുന്നൊന്നുമില്ല, കുറച്ചായിട്ട് അരയ്ക്കുന്നുള്ളൂ. ഒന്ന് ഇതെല്ലാം കൂടെ ചേർന്നൊന്ന് മിക്സായി വരാനായിട്ട് മാത്രം ഒന്ന് ചുറ്റിയെടുത്തതാണ് ഞാൻ. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാനത് ഒഴിക്കുകയാണ്. അതിൻ്റെ ആ അടിയിലൊക്കെ ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കലക്കി അതിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. ഈ ബാറ്റർ ഇച്ചിരി തിക്കായിട്ടാട്ടോ ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല, നല്ല ഫെർമെൻറ്റേഷനായിട്ട് വരുമ്പോൾ കറക്റ്റായിരിക്കും. തിക്ക് ബാറ്ററാണ്, വലിയ തിക്കല്ല. ഒരു 5 മണിക്കൂർ നല്ല ചൂടുള്ള സ്ഥലത്ത് 5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷനെ കിട്ടും. പിന്നെ 5 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെയാട്ടോ വരിക, നല്ല തിക്കായി. റവയല്ലേ, അതുകൊണ്ട് കുറച്ച് തിക്കാവും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. റവയാകുമ്പോൾ നല്ലോണം കുതിർന്ന് വരും, തിക്കായിട്ട് വരും. അവിടെ കുറച്ചും കൂടെ വെള്ളം തൊട്ട് ആഡ് ചെയ്തെടുത്തു. പിന്നെ ഞാനിതൊരു കേക്ക് ടിന്നാട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ നെയ്യാട്ടോ ഇട്ടിരിക്കുന്നത്. ഗ്രീസ് ചെയ്ത ശേഷം അതിലേക്ക് ആ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചിട്ട് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിക്കണം. പിന്നെ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിത് ഈ പാത്രം ഇറക്കി വെച്ച് ഒരാവി കയറ്റുക കേട്ടോ. ഒരു 30 നിമിഷം മതി ഇതിലേക്ക് ഒന്ന് വെന്ത് വരാനായിട്ട്. ഞാനിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് ആവിയിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ആ കാഷ്നട്ട് ഒന്നൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കാഷ്നട്ടും കുറച്ച് ഡ്രൈ ഗ്രേപ്സും അതിലേക്ക് ഒരു വെക്കുക കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട്, ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനത് വെക്കുക കേട്ടോ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. റവ കൊണ്ടുള്ള ഒരു വട്ടയപ്പമാണ്, ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഒരു 30 നിമിഷം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി വെന്തിട്ടുണ്ട്. പിന്നെ ഞാനത് ഇറക്കുകയാണ്. ഇഡ്ഡലി പാത്രത്തിന് താഴേക്ക് ചൂടാറാൻ വേണ്ടി ഞാൻ വെച്ചു. പിന്നെ നല്ലോണം ചൂടാറി കഴിഞ്ഞ ശേഷം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി വട്ടയപ്പത്തിന്. പിന്നെ ഞാനത് ആ പാത്രത്തിൽ നിന്ന് അതങ്ങ് എടുക്കുക കേട്ടോ. അത് വേഗം തന്നെ വന്നു കേട്ടോ, നല്ലോണം അധികം ഒന്നും ഒട്ടിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, വേഗം വന്നു ആ പാത്രത്തിൽ നിന്ന്. മറിച്ചിട്ടാൽ മതിയായിരുന്നു. ഞാൻ വേഗം സ്പൂണൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് എടുത്തു. ഇപ്പോൾ
പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ വന്ന് നല്ല സോഫ്റ്റായ റവ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നല്ല രുചിയാണ്, നല്ല ഡെലീഷ്യസ് ആണ്. എല്ലാവരും എൻ്റെ ചാനലൊന്നും ലൈക്ക് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ദയവ് ചെയ്ത്. എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എല്ലാവരുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ വട്ടയപ്പം റെഡി. താങ്ക് യു വ്യൂവേഴ്സ്.